ബാംഗ്ലൂർ യാത്ര, കല്യാണ യാത്ര രണ്ടും ഒരുമിച്ച് വന്നാലോ? ഇന്ന് വളരെ വൈകി പോകാൻ തീരുമാനിച്ച ബാംഗ്ലൂരിലേക്കുള്ള ഒരു കല്യാണ യാത്രയാണ്. യാത്രയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഞാനും അമ്മയും മാത്രമായിട്ട് വീട്ടിൽ നിന്ന് മറ്റാരും ഇല്ലാതെ ഒരുമിച്ച് ആദ്യമായിട്ടാണ് ഇത്ര ദൂരം പോകുന്നത്. അതായത് ഒരു ലേഡീസ് ട്രിപ്പ്. അടുത്ത പ്രത്യേകത വളരെ വളരെ വേണ്ടപ്പെട്ട കസിന്റെ കല്യാണമാണ്. അമ്മയുടെ ചേച്ചിയുടെ മോളുടെ കല്യാണമാണ്. പിന്നെ ബാംഗ്ലൂർ കല്യാണത്തിന്റെ ഒരു പ്രത്യേക വൈബ്. അതും പിന്നെ മറ്റൊരു കാര്യം, നാട്ടിനകത്തും പുറത്തും ഒക്കെയുള്ള കസിൻസ് എല്ലാവരും അവരുടെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് എത്തുന്ന ഒരു ചടങ്ങ് എന്നൊരു പ്രത്യേകതയുണ്ട്. ഇതുപോലെ ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ ഒത്തുകൂടുമ്പോൾ എല്ലാവരും പറയാറുണ്ട് നമുക്കെല്ലാം ഒരുമിച്ചൊരു യാത്ര പോകണമെന്നൊക്കെ. പക്ഷെ എല്ലാവർക്കും എവിടെ സമയം? ഈ വട്ടം എന്തായാലും അധികം പ്ലാനൊന്നും ചെയ്യാതെ ഓർക്കാപ്പുറത്ത് അതങ്ങ് നടന്നു. ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടിയുള്ള ഒരു യാത്ര, അതായിരുന്നു ഏറ്റവും മെമ്മറബിൾ. അതും ബസ്സിൽ. കല്യാണത്തിനൊക്കെ ടൂറിസ്റ്റ് ബസ്സിൽ കുട്ടിക്കാലത്ത് പോകുന്നത് പോലെ ബസ്സിലായിരുന്നു പോയത്. അപ്പോൾ അതും ഒരു പ്രത്യേകതയല്ലേ. പിന്നെ കല്യാണത്തിന് കുറച്ചല്ലാതെ സെലിബ്രിറ്റീസുകളും ഉണ്ടായിരുന്നു. അങ്ങനെ ആകെപ്പാടെ കല്യാണം കളറായിരുന്നു. അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളോട് പറയാനുള്ള വളരെ പ്രത്യേകതയുള്ള ഒരു കല്യാണ യാത്രയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് 2 ആഴ്ചയ്ക്ക് മുമ്പ് മാത്രം പോകുന്ന കാര്യമൊക്കെ ശരിയായ എനിക്ക് ഇതെല്ലാം കൗതുകം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഇതെല്ലാം പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞങ്ങൾ ബാംഗ്ലൂരേക്ക് പോയ ബസ്സിലെ യാത്രാവിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ബസ് യാത്രയ്ക്ക് റെഡി ആയിക്കോളൂ. അപ്പോൾ നമുക്ക് പോയാലോ? യാത്രാവിശേഷങ്ങൾ കാണാം, കല്യാണം കൂടാം. യാത്രാവിശേഷങ്ങൾ കാണാമെന്ന് പറഞ്ഞു. ശരിക്കും ഇത് യാത്രയുടെ യാത്രാവിശേഷമാണ് കേട്ടോ. അതായത് പോകുന്നത് യാത്രാ ബസ്സിലാണ്, പോകുന്നത് യാത്രയാണ്, വരുന്നതും യാത്രയാണ്. ആകെ ഒരു യാത്രമയം. ഇനി പിന്നെന്താ, ഉറങ്ങി നേരം വെളുക്കുക, അത്രേ ഉള്ളൂ. അപ്പോഴേക്കും ബാംഗ്ലൂർ എത്തും. തിരുവല്ലയിൽ നിന്ന് രാത്രി 7:30 സ്റ്റാർട്ടിങ്. അപ്പോൾ ഞങ്ങളെ കൊണ്ടുവിട്ട് ജിത്തേട്ടനും പതുക്കെ പുറപ്പെട്ടു തിരികെ വീട്ടിലേക്ക്. കല്യാണ സംഘത്തിലേക്കുള്ള കുറച്ചേറെ പേർ ഇവിടെ നിന്ന് തന്നെ കയറി. ശരിക്കും സ്ലീപ്പർ ബസ്സിലെ യാത്ര ആദ്യമായിട്ടാണ് കേട്ടോ. മിക്കവാറും ബാംഗ്ലൂർക്ക് പോകുന്ന ട്രെയിനിലാണ്, വല്ലപ്പോഴും ഒക്കെ ഫ്ലൈറ്റിലും. എന്നെ പോലെ പുതുമയോടെ ഇതിനകം കാണുന്നവർക്കും അല്ലാത്തവർക്കും ന്യൂസ്റ്റ് മേടിക്കാനും ആദ്യം ഇതിനകം എല്ലാം ഒന്ന് ഓടിച്ച് കാണിക്കാം കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുള്ളതുകൊണ്ട് ഓരോ സീറ്റിലും ബ്ലാങ്കറ്റും പില്ലോസും ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നടുക്കൂടെ പാസേജും 2 സൈഡിലായിട്ടാണ് സീറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഞാനിരിക്കുന്നത് സിംഗിൾ ബെഡിന്റെ റോയിലാണ്, ഓപ്പോസിറ്റാണ് ഡബിൾ ബെഡ്. ആ രീതിയിലാണ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്. പിന്നെ ട്രെയിനിലെ പോലെ അപ്പർ ബെർത്ത് കയറാൻ വേണ്ടി ലാഡറും പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യാൻ കർട്ടനും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഓരോ സീറ്റിനരികെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള പോർട്ടും പിന്നെ വെക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. കൂടാതെ നമ്മുടെ ഹാൻഡ് ബാഗ് വെക്കാനായിട്ട് ഒരു കാരിയർ സ്റ്റാൻഡും ഒരു കുപ്പി വെള്ളവും ഒക്കെ കണ്ടു കേട്ടോ. ട്രെയിനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തോന്നിയത് ഈ ഗ്ലാസ് ആണ് കേട്ടോ. നല്ല ഹൈറ്റിൽ നിന്ന് പ്ലെയിൻ ഗ്ലാസ്സിലൂടെ കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമാണ്. ഓരോ സീറ്റിനടിയിലും ചെരുപ്പുകൾ വെക്കാൻ പ്രത്യേക സ്ഥലമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ നടന്ന് എമർജൻസി എക്സിറ്റ് വരെ എത്തി. ഇനി എനിക്ക് ബസ്സിൽ പറ്റിയ ഒരു അക്കിടി പറയാം. അതിനു മുമ്പ് എൻ്റെ അയൽക്കാരെ കാണിച്ചു തരാം കേട്ടോ. വല്യച്ഛനും മറ്റൊരു വല്യമ്മച്ചിയായിട്ട് വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി കസിൻസ് വേറെ വരാനുണ്ട്. അവരെല്ലാം കണ്ടിട്ട് ഉറങ്ങണം എന്നതാണ് പ്ലാൻ. സ്നാക്സ് കഴിച്ചൊക്കെ യാത്രാ മൂഡ് ഇങ്ങനെ പവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ഒരു സീറ്റിന് ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. ചില അത്യാവശ്യങ്ങൾ കാരണം അച്ഛൻ വരുന്നത് ലാസ്റ്റ് മിനിറ്റ് ക്യാൻസൽ ആക്കിയതുകൊണ്ട് അമ്മ മറ്റൊരു സീറ്റിലായിപ്പോയി. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് അമ്മയെ വിസിറ്റ് ചെയ്ത് കുശലാന്വേഷണങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അമ്മയും ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് ഉറങ്ങാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി എൻ്റെ അക്കിടി കഥയിലേക്ക് വരാം. ക്ലിനിക്കിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് വീട്ടിൽ നിന്ന് കുറച്ച് ഭക്ഷണം കരുതിയിരുന്നു വൈകിട്ടത്തേക്ക് കഴിക്കാൻ. പക്ഷെ എന്തൊക്കെയോ കഴിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ഒട്ടും വിശപ്പേ ഇല്ലായിരുന്നു. എങ്കിലും ഭക്ഷണം വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. വാട്ട് ഐ ഈറ്റ് ഇൻ ഫ്ലൈറ്റ് ട്രിപ്പ് മാത്രമല്ല നിങ്ങൾ കേട്ടിട്ടുള്ളൂ, വാട്ട് ഐ ഈറ്റ് ഇൻ ബസ് ട്രിപ്പ് പറഞ്ഞാലോ. ആഹാരത്തിന്റെ മണം വന്നപ്പോഴേ എവിടെ നിന്നോ ബസ്സിലെ കിളി പറന്നു വന്ന് എന്നെ തൂക്കിയെടുത്തോണ്ട് പോയി. ക്ലോസ്ഡ് ഏരിയ ആയതുകൊണ്ട് ഭക്ഷണത്തിന്റെ മണം വരുമ്പോൾ പാസഞ്ചേഴ്സിന് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും അത്രേ. ആലോചിച്ചപ്പോൾ ശരിയാണ്, റൂൾസ് എന്തായാലും പാലിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഭക്ഷണം എടുത്തുകൊണ്ട് വെളിയിലിരുന്ന് കഴിച്ചു. പക്ഷെ അതും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ബസ്സിന്റെ ഫ്രണ്ടിലിരുന്ന് കാഴ്ചകളൊക്കെ കണ്ടായിരുന്നു ഭക്ഷണം കഴിപ്പ്. ശരിക്കും ഇങ്ങനെയുള്ള ഭക്ഷണം കഴിപ്പും ഒക്കെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വരേണ്ടതാണ് കേട്ടോ. ഫുഡ് ഇതിനകത്ത് കയറ്റാൻ പാടില്ല എന്നുള്ളതൊക്കെ. ഗുണങ്ങൾക്കൊപ്പം കണ്ട ചില ദോഷവശങ്ങൾ കൂടിയാണിത് കേട്ടോ. ഇപ്പൊ മെഡിസിൻ ഒക്കെ കഴിക്കുന്നവർക്ക് ഫുഡ് പെട്ടെന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കോമൺ ആയിട്ട് ആവശ്യം വരുമ്പോഴേ ബസ് നിർത്തുകയുള്ളൂ എന്നൊരു കാര്യമുണ്ട്. പിന്നെ അല്ലെങ്കിൽ ബസ് നിർത്തുന്ന ഒരു പോയിന്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. പൊതുവെ ഭക്ഷണ കാര്യത്തിലും മഷ്റൂം കാര്യത്തിലുമാണ് ദീർഘദൂര ബസ് യാത്രയിൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ട് നേരിടാറുള്ളത്. അപ്പോൾ നമ്മുടെ അമ്മമാരെ കൊണ്ട് വരുമ്പോൾ ഇതൊക്കെ മനസ്സിലൊന്ന് പ്രത്യേകമായിട്ടൊന്ന് സൂക്ഷിച്ചോളൂ കേട്ടോ. പിന്നെ യാത്രയ്ക്ക് വന്ന കൂടുതൽ ആൾക്കാരും പറഞ്ഞ മറ്റൊരു ബുദ്ധിമുട്ട് സീറ്റിന്റെ ഹൈറ്റ് തന്നെയാണ് കേട്ടോ.
കാലിന് വേദനയുള്ളവർക്കും മുട്ടിനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കും ഒക്കെ ഇത്രയും താഴ്ന്ന സീറ്റും അതുപോലെ ഇത്രയും ഹൈറ്റിലുള്ള സീറ്റും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവരും ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ മനസ്സിലാക്കി യാത്ര തിരഞ്ഞെടുക്കുക. പക്ഷെ എന്തായാലും പറയത്തക്ക ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിഥികളെ പ്രതീക്ഷിച്ചിരിക്കുന്ന വീട്ടുകാരെ പോലെ ഓരോ സ്റ്റോപ്പിലും ബസ് നിർത്തുമ്പോൾ ഈ സ്റ്റോപ്പിൽ പരിചയമുള്ളവരുണ്ടോ എന്ന് നോക്കലാണ് പരിപാടി. അങ്ങനെ കുട്ടിക്കാല സംഘത്തിന്റെ അംഗബലം കൂടിക്കൂടി വരികയാണ്. 2-3 ദിവസം എല്ലാവരും കൂടി എന്തായാലും ഒരുമിച്ച് കാണും എന്നത് അതിലേറെ സന്തോഷം. അങ്ങനെ പഴയകാല കഥകളും പുതിയകാല കഥകളും ഒക്കെ പറഞ്ഞ് എല്ലാവരും ഉറക്കം പിടിച്ചു കേട്ടോ. നല്ല ഉറക്കത്തിൽ ബസ് ബ്രേക്ക് പിടിക്കുമ്പോൾ പെട്ടെന്ന് ആരോ നമ്മുടെ കാല് വലിച്ചുകൊണ്ട് പോകുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും കേട്ടോ. അതായത് നമുക്കൊരു ഹൊറർ ഫീലിംഗ് എഫക്റ്റും എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ തൊട്ടിൽ എഫക്റ്റും ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണോന്ന് അറിയില്ല, ഏതായാലും ഉറക്ക സുഖമായിട്ട് കഴിഞ്ഞു. മനോഹരമായ ഒരു കാഴ്ചയോടുകൂടിയാണ് രാവിലെ കണ്ണു തുറന്നത്. വളരെ വിശാലമായ ഒരു പൂന്തോട്ടം, ഒരു കെട്ടിടം പോലും കാണാനില്ല. പിന്നെ കൃഷിസ്ഥലങ്ങളും റോഡുകളും ഒക്കെ കാണാൻ തുടങ്ങി. അപ്പം മനസ്സിലായി കാണുമല്ലോ, നമ്മൾ കേരള ബോർഡർ വിട്ട് കർണാടകയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പം നമുക്ക് റോഡുകൾ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഇനി പതിയെ ബാംഗ്ലൂരിന്റെ തിരക്കിലേക്കാണ്. ഇനി കുറച്ചു നേരം ബാംഗ്ലൂർ കാഴ്ചകൾ കണ്ടുപോകാം. അങ്ങനെ ബാംഗ്ലൂരിലെ കാഴ്ചകളും തിരക്കുകളും ലാൽബാഗും വടിവാളയും ഒക്കെ കണ്ട് ലക്ഷ്യസ്ഥാനത്തെത്താറായി. കല്യാണ വീട്ടിലേക്ക് പോകാനുള്ള വണ്ടി എത്തി. ഇനി കല്യാണവും തിരക്കുകളുമാണ്. വൈകിട്ടാണ് ചടങ്ങ്, അതുകൊണ്ട് തന്നെ രാവിലെ നേരെ എത്തിയത് വീട്ടിലേക്കാണ്. മൈലാഞ്ചേരിയിലും കല്യാണമൊക്കെ നടക്കുന്നത് മറ്റൊരു സ്ഥലത്താണ്. എങ്കിലും രാവിലെ മുതൽ തന്നെ വീട്ടിൽ അതിഥികൾ വന്നു തുടങ്ങി. അങ്ങനെ വലുതായ യാത്രാക്ഷീണമില്ലാതെ എല്ലാവരും വീട്ടിലെത്തി. ലഗേജും എല്ലാം വലിച്ചുകൊണ്ടുള്ള ഭാരിച്ച വരവാണ് കേട്ടോ. വീട്ടിലുള്ള എല്ലാവരെയും കണ്ടതിന് ശേഷം പിന്നീട് ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകാനാണ്. ഗൃഹനാഥയും കണ്ടു കഴിഞ്ഞു. അപ്പോൾ യാത്രയുടെ യാത്രാവിശേഷങ്ങളും ഒക്കെ ഇവിടെ ഏതാണ്ട് അവസാനിക്കുകയാണ് കേട്ടോ. മൈലാഞ്ചി കല്യാണവും റിസപ്ഷനും ഒക്കെ ആയിട്ട് 3-4 ദിവസങ്ങൾ വളരെ പെട്ടെന്ന് കടന്നുപോയി. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.